ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റോട് കൂടി കാണിച്ചത് നമ്മുടെ ഗീതു കണ്ണ് തുറന്നിട്ട് നമ്മുടെ ഗോവിന്ദനെ വളരെ രൂക്ഷമായിട്ട് നോക്കുവാണ്. ഗോവിന്ദൻ ഈ കാര്യങ്ങളൊക്കെ ഗീതുക്ക് ബോധം വന്ന കാര്യം രാധികാമ്മ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദ് സമാധാനമായിട്ടിരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രിയ ഓടി വന്നിട്ട് നമ്മുടെ ഭദ്രനോടും അതുപോലെ വിലാസിനോട് പറയുന്നുണ്ട്, ഗീതു ചേച്ചി കണ്ണ് തുറന്നു സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അവർക്കത് വളരെ ആശ്വാസമാവാണ്. അവർ ആശ്വാസത്തോടെ നിൽക്കുവാണ്. അതേസമയം മഹേഷ് നമ്മുടെ ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കിഷോറിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവളിപ്പോൾ അവനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച മട്ടാണ്. ഗോവിന്ദൻ, നീ അവളെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറയുവാണ്. അയ്യപ്പേട്ടൻ വിളിക്കുന്നുണ്ട് ഗീതുവിൻ്റെ കാര്യം അറിയാൻ വേണ്ടി. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് മനസ്സ് തുറന്ന് പറയുന്നുണ്ട്, എൻ്റെ അതായത് സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം വേണ്ടെന്ന് വെച്ച് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളവൾ, എൻ്റെ സ്നേഹം ചവിട്ടി അരച്ചു പോയവളവൾ ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല അയ്യപ്പേട്ട എന്നിങ്ങനെ പറയാൻ കേട്ടോ. ശരിക്കും മനസ്സൊരുക്കി തന്നെ പറയണത്, കറക്റ്റാണല്ലോ പറയണത്. അങ്ങനെ ഗോവിന്ദ് വളരെ വിഷമത്തോടു കൂടി തന്നെ പറയുകയാണ്, എൻ്റെ സ്നേഹം അവളൊരു ഭർത്താവിൻ്റെ സ്നേഹം വില വെക്കാതെ കാമുകൻ്റെ കൂടെ പോയില്ല അവൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് മഹേഷ് ഉപദേശിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മഹേഷിൻ്റെ ഉപദേശമൊന്നും ഗോവിന്ദ് കേൾക്കാത്ത ഒരു പ്രൊമോ ആണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.